കഴിഞ്ഞ 4 വർഷമായി എഗ്ഗർ നഴ്സറി നടത്തിവരുന്ന റെജി തോമസിൻ്റെയും പത്നി ആലീസിൻ്റെയും വിജയകഥയാണ് ഇന്നത്തെ കൃഷിദർശൻ്റെ വിഷയം. പത്തനംതിട്ട ജില്ലയിലെ ഏനാത്തിനടുത്ത് കളമലയിലാണ് റെജി ആലീസ് ദമ്പതിമാരുടെ വത്സലഗിരി എഗ്ഗർ നഴ്സറി ഫാം. 2012-2013 വർഷത്തെ ഏറ്റവും മികച്ച നഴ്സറിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് ഈ ഫാമിനാണ്. തൻ്റെ പുരയിടത്തിന് ചുറ്റുമായി 30 സെന്റോളം സ്ഥലത്താണ് കോഴിക്കൂടുകൾ ഒരുക്കിയിരിക്കുന്നത്. ആസൂത്രണവും കഠിനാധ്വാനവുമാണ് റെജിയുടെ വിജയമന്ത്രം. 4 വർഷം മുമ്പ് എളിയ തോതിൽ ആരംഭിച്ച നഴ്സറി ഇന്ന് കാണുന്ന രീതിയിൽ വിപുലമായത് പടിപടിയായുള്ള വികസനത്തിലൂടെയാണ്. 500 കോഴികളെ വെച്ചാണ് ഫാം തുടങ്ങുന്നത്. ഇപ്പോൾ കാണുന്ന ഷെഡുകളെല്ലാം പല സമയത്തായി ഉയർത്തിക്കൊണ്ടുവന്നവയാണ്. എഗ്ഗർ നഴ്സറി എന്ന് പറയുന്ന ഒരാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ നമ്മൾ കോഴിയെ വളർത്തുമായിരുന്നു. പക്ഷേ ഇത് ഈ ഒരു എഗ്ഗർ നഴ്സറി ആയിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമേ ആയിട്ടുള്ളൂ. ഇത് നമ്മൾ ആദ്യം ഒരു 500 കോഴിയെ വളർത്തത്തക്ക രീതിയിൽ ചെറിയൊരു ഷെഡ് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ കോഴിയെ വളർത്തൽ തുടങ്ങുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പായിട്ടാണ് ബാക്കിയുള്ള ഈ ഷെഡുകളെല്ലാം ഉണ്ടാക്കിയത്. ചെങ്ങന്നൂരിലെ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നാണ് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ നഴ്സറിയിൽ കൊണ്ടുവരുന്നത്. ഇവയെയാണ് വളർത്തി വലുതാക്കി 46-ാം ദിവസം മുതൽ വിൽപ്പന ആരംഭിക്കുന്നത്. ഇതിനായി ആദ്യമേ തന്നെ റെജിയും വീട്ടുകാരി ആലീസും എഗ്ഗർ നഴ്സറി നടത്തിപ്പിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രത്യേക പരിശീലനം നേടിയിരുന്നു. വിഷയ പരിജ്ഞാനത്തിന്റെ മേന്മ ഫാമിന്റെ നടത്തിപ്പിലും പ്രതിഫലിക്കുന്നുണ്ട്. വൃത്തിയും വെടിപ്പുമുള്ള പരിസരം, നല്ല വായു സഞ്ചാരവും പ്രകാശവുമുള്ള അണുവിമുക്തമായ അകം, മികച്ച മാലിന്യ സംസ്കരണ സംവിധാനം, ഇങ്ങനെ നിരവധിയാണ് വത്സലഗിരി ഫാമിനെ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങൾ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷെഡ് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെങ്ങന്നൂർ ട്രെയിനിങ്ങിന് പോയി. ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിങ്ങിന് പോയിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ 500 കോഴിയുടെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. താൻ ഏർപ്പെട്ടിരിക്കുന്ന മേഖലയെക്കുറിച്ച് കൃത്യമായ അറിവുകളുടെ ഉടമയാണ് റെജി. നേരത്തെ തന്നെ ലഭിച്ച പരിശീലനം ഇക്കാര്യത്തിൽ റെജിക്ക് കൂട്ടാകുന്നു. കൂടിൻ്റെ നിർമ്മാണവും അളവുകളും മുതൽ വാക്സിനേഷനും മാലിന്യ സംസ്കരണവും വരെ ഏത് കാര്യത്തെക്കുറിച്ചും നല്ല അറിവ് ഈ സംരംഭകന് കൈമുതലായുണ്ട്. കൂട്ടിലും പരിസരങ്ങളിലും ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളിലുമുണ്ട് പ്രത്യേകതകൾ. കൂടുകളിലെല്ലാം തന്നെ FM റേഡിയോ സജ്ജീകരിച്ചിരിക്കുന്നു. സംഗീതം കേൾപ്പിക്കുന്നത് കോഴികളിലെ അക്രമവാസന കുറയ്ക്കാൻ ഉപകരിക്കുമെന്ന് റെജി കണ്ടെത്തി. തമ്മിൽ കൊത്തുന്നത് വഴിയുള്ള നഷ്ടം ഇങ്ങനെ കുറയ്ക്കുന്നു. വേറെയുമുണ്ട് വത്സലഗിരിയിൽ കൗതുക കാഴ്ച. ഇതാ അതിലളിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോർ ക്ലോസർ. കൂടുണ്ടാക്കുന്ന ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സൈഡ് ഹൈറ്റ് ഒരു 7 അടിയെങ്കിലും ഉണ്ടാവണം സൈഡിലത്ത്. ബാക്കി എന്ന് വെച്ചാൽ തറനിരപ്പിൽ നിന്ന് നമ്മൾ ഇഷ്ടിക കിട്ടുന്നത് ഒരു 3 കട്ടയുടെ ഉയരം, വെള്ളം അകത്തോട്ട് വീഴാതിരിക്കും. അതുപോലെ തന്നെ ഷെഡിൻ്റെ ഇറക്ക് ഒരു 2.5 അടി എങ്കിലും വേണം. കാരണം ഈ വെള്ളം
ഒരു രീതിയിലും ഉള്ളിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിൽ. അതുപോലെ തന്നെ ഷെഡ് സാധാരണ ആരും ഇതേപോലെ ക്ലിയറായിട്ട് ചെയ്യത്തില്ല. കാരണം ഇതിനകത്തൊക്കെ തേച്ചിട്ടുണ്ട്, ഫുള്ള് തേച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുമ്മായം അടിച്ചിരിക്കുക. നമ്മൾ ഓരോ ബാച്ച് കോഴി മാറുമ്പോഴും വീണ്ടും ഇതിനകത്ത് കുമ്മായം അടിച്ച് ഒരാഴ്ച ഇടും. ഇട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത ബാച്ച് ഇടുന്നത്. കാരണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുമ്മായം അടിക്കുന്നതോടുകൂടി നശിച്ചു വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എപ്പോഴും കൂടിനകത്ത് എപ്പോഴും ഉണങ്ങിയ പൊടിയായിരിക്കണം. നനവ് എപ്പോൾ കണ്ടാലും അപ്പോഴേ ആ ലിറ്റർ മാറ്റണം. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്ന് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാണ് വളർത്തുന്നത്. ആദ്യമായി ഇവയെ ബ്രൂഡിംഗ് ചേംബറിൽ കൃത്രിമ പ്രകാശവും ചൂടും നൽകി വളർത്തുന്നു. ഇക്കാലത്ത് സ്റ്റാർട്ടർ ഫീഡ് നൽകുന്നു. വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഇവയുടെ കൂട് മാറ്റുന്നു. ഇവിടെ നിന്ന് 46 ദിവസത്തെ വളർച്ചയെത്തിയ മുട്ടക്കോഴികളെ കർഷകർക്ക് വിൽക്കുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളാണ് വിൽപ്പനയുടെ സീസൺ. കൊട്ടാരക്കരയിലും കടമ്പനാടും ഫാമുകൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. കോഴിക്ക് 5 രൂപയാണ് വാടക ഇനത്തിൽ നൽകുന്നത്. ഒരു ദിവസമായ കുഞ്ഞിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഒരു ദിവസമായ കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മൾ ബ്രൂഡിങ്ങിന് വേണ്ടി പ്രത്യേക ഷെഡുണ്ട്, അതിനകത്തിട്ടിട്ട് ഇട്ട് നമ്മൾ ചൂട് കൊടുക്കും. ഒരു കോഴിക്ക് ഓരോ ഓട്സ് കറണ്ടിൻ്റെ ചൂട് വേണം. ആ ചൂട് 21 ദിവസം വരെ അത് ചൂട് വേണം. അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്ക് 2 ദിവസം കൂടെ ചൂട് കൂട്ടിക്കൊടുക്കും. അതായത് അതിൻ്റെ വളർച്ചയിൽ ഉള്ള വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ 2 ദിവസം കൂടെ ചൂട് കൂട്ടിക്കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ വരും എന്ന് പറഞ്ഞാൽ തന്നെ ഗ്ലൂക്കോസ് കൊടുക്കും. പിന്നെ ഒരു 2ാമത്തെ ദിവസം നമ്മളൊരു ആൻറ്റിബയോട്ടിക് ചെറിയ തോതിൽ കൊടുക്കും. ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആൻറ്റിബയോട്ടിക് കൊടുത്തതിന് ശേഷം വൈറ്റമിൻസ് കൂടെ കൊടുക്കും. വിമറാൾ പോലുള്ള വൈറ്റമിൻസും കൂടെ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 1-നും 7-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ RDF1 എന്ന് പറയുന്ന വാക്സിന് ഒരു കണ്ണിലും ഒരു മൂക്കിലും ഒഴിച്ചു കൊടുക്കും. ഈ വാക്സിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 2 ദിവസം വൈറ്റമിൻസ് കൊടുക്കും. ഓരോ വാക്സിനും കഴിയുമ്പോൾ 2 ദിവസം വൈറ്റമിൻസ് കൊടുക്കണം. ആരോഗ്യമായിട്ട് ഓടിച്ചാടി കോഴി നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് കൂടെ ചെല്ലണം. അതുപോലെ തന്നെ 14ാമത്തെ ദിവസം ഒരു വാക്സിനുണ്ട്, IBD. അത് നമ്മൾ വെള്ളത്തിലാണ് കൊടുക്കുന്നത്. വെള്ളത്തിൽ IBD കൊടുക്കുന്നു. എന്നിട്ട് 2 ദിവസം വൈറ്റമിൻസ് കൊടുക്കുന്നു. വീണ്ടും 28ാമത്തെ ദിവസം അടുത്ത IBD. ഈ കൊടുത്ത IBD ഒന്ന് ബൂസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി വീണ്ടും രണ്ടാമതൊന്നുകൂടെ 28ാമത്തെ ദിവസം IBD കൊടുക്കും. അതും നമ്മൾ വെള്ളത്തിലാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 36ാമത്തെ ദിവസം ഡീവാമിങ്, അതായത് ഇതിൻ്റെ വിര ഇളക്കാൻ വേണ്ടിയുള്ള മരുന്ന്, ആൽബൻഡേസോളോ അങ്ങനെയുള്ള മരുന്ന് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് 42ാമത്തെ ദിവസവും 43ാമത്തെ ദിവസവും RDVK ഇഞ്ചക്ഷൻ, ചിറകിനടിയിലുള്ള ഇഞ്ചക്ഷനാണത്. അതെടുത്തിട്ട് 2 ദിവസം വീണ്ടും വൈറ്റമിൻസ് കൊടുത്തതിന് ശേഷമേ നമ്മൾ 46ാമത്തെ ദിവസമേ കോഴിയെ കൊടുത്തു തുടങ്ങത്തുള്ളൂ. ശുചിത്വത്തിനും രോഗപ്രതിരോധ നടപടികൾക്കും ഉന്നത പരിഗണനയാണ് നഴ്സറിയിൽ നൽകിയിരിക്കുന്നത്. നല്ല കാറ്റും വെളിച്ചവും കയറുന്ന അറകളിലാണ് കൂടുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. തറയിൽ അറക്കപ്പൊടി വിതറിയിരിക്കുന്നു. കോഴിക്കാഷ്ടവും മാലിന്യങ്ങളും അടിക്കടി നീക്കം ചെയ്യുവാനുള്ള സംവിധാനമുണ്ട്.
കോഴിക്കുഞ്ഞുങ്ങളെയും വളരുന്ന കോഴികളെയും മുട്ടക്കോഴികളെയും ഇറച്ചിക്കായുള്ള കോഴികളെയും എല്ലാം പാർപ്പിക്കാൻ വേറെ വേറെ കൂടുകളുമുണ്ട്. കൃത്യസമയത്ത് കൃത്യ അളവിലും ഗുണനിലവാരത്തിലുമുള്ള തീറ്റ നൽകുന്നു. വെള്ളം യഥേഷ്ടം കിട്ടുന്നതിനും സൗകര്യമൊരുക്കിയിരിക്കുന്നു. ഭക്ഷണത്തോടൊപ്പം വളർച്ചയ്ക്ക് ആവശ്യമായ പോഷണങ്ങളും നൽകുന്നു. കോഴികൾക്ക് കൃത്യമായ കാലയളവുകളിൽ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും നൽകുന്നുണ്ട്. റജിയും സഹധർമ്മിണി ആലിസും ഇതിൽ പരിശീലനം നേടിയ വിദഗ്ധരാണ്. നഴ്സറിയിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ഫ്രിഡ്ജിനകത്താണ് വാക്സിനുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നാണ് വിവിധ സമയങ്ങളിൽ കുത്തിവയ്പ് ആവശ്യത്തിനുള്ള വാക്സിൻ ലഭ്യമാകുന്നത്. കോഴി വളർത്തലിൽ പുലർത്തിവരുന്ന ശാസ്ത്രീയ സമീപനം രോഗബാധ മൂലമുണ്ടാകുന്ന നഷ്ടത്തിൽ നിന്നും ഫാമിനെ പിടിച്ചു നിർത്തുന്നതിന് സഹായകമായ ഘടകമാണ്. നഴ്സറിയിൽ നിന്നുള്ള കോഴിക്കാഷ്ടം മുഴുവനും കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് റജി നടത്തുന്ന വാഴ, കപ്പ, ചേന കൃഷിക്ക് ഫാമിൽ നിന്നുള്ള കോഴിക്കാഷ്ടമാണ് മുഖ്യ വളം. കൂടാതെ റബ്ബറിന് ഇടവിളയായി ഇഞ്ചിയും കദളിവാഴയും കൃഷി ചെയ്യുന്നുണ്ട്. കമുകും റജിയുടെ കൃഷിയിടത്തിൽ നന്നായി വളരുന്നു. ഇങ്ങനെ കോഴി വളർത്തലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൃഷികാര്യങ്ങൾ കൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നിടത്ത് റജിയിലെ കഠിനാധ്വാനിയായ കർഷകനെ നാം തിരിച്ചറിയുന്നു. ഇതിനെല്ലാം പുറമെ റബ്ബർ തോട്ടത്തിൽ തേനീച്ച വളർത്തലിനുള്ള സാധ്യതകളും പരീക്ഷിക്കുന്നുണ്ട്. തോട്ടത്തിനരികിലുള്ള ഫാം ഷെഡിന്റെ മതിലിനോട് ചേർന്ന് തേനീച്ച പെട്ടികൾ സജ്ജീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജനുവരി മാർച്ച് സീസണിൽ ഫാം കൈവരിച്ചത് റെക്കോർഡ് നേട്ടമാണ്. ഈ കാലയളവിൽ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട എന്നീ 3 ജില്ലകളിലേക്കാണ് കോഴികളെ സപ്ലൈ ചെയ്തത്. എന്നാൽ നാളിതുവരെ ഫാം തുടങ്ങുന്നതിനോ വികസനത്തിനോ ആയി കടമൊന്നും എടുത്തിട്ടില്ലെന്നും റജി ആത്മവിശ്വാസത്തോട് പറയുന്നു. നമ്മൾ ആദ്യം ഇത് തുടങ്ങിയ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപണി കണ്ടെത്താൻ വളരെ പാടായിരുന്നു. നമ്മൾ വീടുകളിൽ പോയിട്ട് ഓർഡർ എടുത്ത് ആ പറയുന്ന ഡേറ്റിൽ അവിടെ സപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ആദ്യമൊക്കെ സെയിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം അന്നൊന്നും പഞ്ചായത്തിൻ്റെ സപ്ലൈയോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് കൊടുത്ത കോഴികളിലും മെച്ചമായതുകൊണ്ടും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്തതുകൊണ്ട് അവരിൽ നിന്നാണ് ഇപ്പോൾ സെയിൽ കൂടുതലും വരുന്നത്. അതായത് അവരുടെ ബന്ധുക്കൾ, അതുപോലെ തന്നെ അവർക്ക് തന്നെ വീണ്ടും കോഴി ആവശ്യമുണ്ടെങ്കിൽ അവർ അങ്ങനെ വന്ന് കോഴിയെ വാങ്ങിക്കുകയാണ്. അതുപോലെ പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. അതായത് പഞ്ചായത്തിൻ്റെ സപ്ലൈ ഉണ്ടാവും, അതുപോലെ തന്നെ മൃഗാശുപത്രി വഴിയും ഒക്കെ കോഴിയുടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ MLA-മാരുടെ ഒരു പദ്ധതിയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തൊട്ടാണ് തുടങ്ങിയത്. നിറവിൽ നിന്നും പറഞ്ഞിട്ട് ഒരു പദ്ധതി. അതിലും ഒരു ജില്ലയിൽ ഒരു MLA-ക്ക്, അതായത് ഒരു അസംബ്ലി മണ്ഡലത്തിൽ 2 പഞ്ചായത്തിന് വീതം കോഴിയെ കൊടുക്കണം. ഒരിടത്ത് 16,000 കോഴിയെ വരെ കൊടുത്ത്. ഇവിടെ ഈ പട്ടാഴി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 16,000 കോഴി ഉണ്ടായിരുന്നു. ചെറുകിട കോഴി വളർത്തൽക്കാർക്ക് ആവശ്യമായ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത കൂടുകളും റജി വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു.
5, 7, 10 എന്നിങ്ങനെ വ്യത്യസ്ത എണ്ണം കോഴികൾക്ക് യോജിച്ച കൂടുകൾ ഇവിടെ ലഭ്യമാണ്. ഇത് നമ്മൾ ഡെമോൺസ്ട്രേഷന് വേണ്ടി വെച്ചിരിക്കുന്ന കൂടാണ്. ഇത് കാണിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഓർഡർ എടുക്കുന്നത്, കൂടിന് വേണ്ടിയുള്ള ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രൈക്കകത്ത് തീറ്റിയിട്ട് കൊടുത്ത് ഇതിൽ വെള്ളം നിറച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ വെള്ളം ഈ നിപ്പിൾ ഡ്രിങ്കർ വഴി കൊത്തി കുടിച്ചോളും. അതുപോലെ തന്നെ ഇതിനകത്ത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട അഴുക്കാവുമൊന്നുമില്ല, നേരെ ഫ്രണ്ടിൽ ഇതിൽ എത്തും. അതുപോലെ കോഴി ഇതുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. വീട്ടുകാർക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഈ കൂട് നമ്മൾ പല സൈസിൽ കിട്ടും. ഇത് 5ൻ്റെ കൂടാണിത്. 5ൻ്റെ കൂടുണ്ട്. 5 കോഴി ഇടാവുന്നതും 7 കോഴി ഇടാവുന്നതും 10 കോഴി ഇടാവുന്നതും അതുതൊട്ട് മുകളിലോട്ട് എത്ര കോഴിയെ വേണമെങ്കിലും ഇടത്തക്കണക്കുള്ള ലാർജ് സ്കെയിലിൽ നമ്മൾ കോഴിയെ വളർത്തുമ്പോഴും ഇതിൽ വളർത്തത്തക്ക രീതിയിലുള്ള കൂടുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ വേസ്റ്റ് നമുക്ക് ഈ ഡ്രോയ്ക്കകത്ത് ശേഖരിച്ചതിന് ശേഷം എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഫാമിൻ്റെ നടത്തിപ്പിൽ കുടുംബാംഗങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും സഹകരണവുമുണ്ട്. റെജിയുടെ പത്നി ആലീസും മക്കളും പിതാവും ഭാര്യ മാതാവുമെല്ലാം തങ്ങളുടെ പങ്ക് നിർവഹിക്കുന്നു. ഈ കൂട്ടായ്മയാണ് തൻ്റെ കഠിന പരിശ്രമങ്ങൾക്ക് പിൻബലവും പ്രചോദനവുമെന്ന് റെജി പറയുന്നു. ഇവിടെ പ്രത്യേകിച്ച് സ്റ്റാഫൊന്നുമില്ല. ഒരാളുടെ ഇവിടുത്തെ അത്യാവശ്യ പണികൾ ഈ കാഷ്ടന്മാർ അങ്ങനെയൊക്കെയുള്ള മെയിനായിട്ടുള്ള പണി വരുന്ന പറഞ്ഞാൽ ആളെ വിളിക്കുകയാണ്. അല്ലാതെ നമുക്ക് സീസൺ സമയത്ത് ഒരു 3 പേര് സ്ഥിരം പണിക്കായിട്ടുണ്ട്. അവരിപ്പോൾ നാട്ടിലേക്ക് പോയി. ഇപ്പം ഞങ്ങൾ തന്നെയാണ് ഇത് കംപ്ലീറ്റ് നോക്കുന്നത്. രാവിലെ സ്കൂളിൽ കുട്ടികളെ വിട്ടതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടെ കോഴിക്ക് തീറ്റയും ഇതെല്ലാം വാക്സിനൊക്കെ കൊടുക്കുന്നത്. റെജി ഇന്ന് സന്തുഷ്ടനാണ്. തൻ്റെ പരിശ്രമം ഫലപ്രാപ്തിയിലെത്തിച്ചതിൽ മാത്രമല്ല, തൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ അനന്തര തലമുറയെ കൂടി പ്രാപ്തരാക്കാൻ കഴിഞ്ഞതിൻ്റെയും ചാരിതാർത്ഥ്യം റെജിക്കും ആലീസിനും സ്വന്തം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏലം കർഷകർക്ക് ധനസഹായം, ആന്തൂര്യം കൃഷിക്ക് സഹായം, പോളി ഹൗസ് കൃഷിക്ക് വായ്പാ പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി കൊണ്ടാടപ്പെടുന്നു. പ്രകൃതിയിലെ അമൂല്യ ജൈവ സമ്പത്തുകളായ തണ്ണീർത്തടങ്ങൾക്ക് പാരിസ്ഥിതികമായും ജൈവവൈവിധ്യപരമായും പ്രാധാന്യമുണ്ട്. ഭാരതത്തിന്റെ ഭൂവിസ്തൃതിയുടെ 5% പ്രദേശത്തായി നീർത്തടങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. ചതുപ്പുകൾ, വയലുകൾ, തടാകങ്ങൾ തുടങ്ങി പലയിനം നീർത്തടങ്ങൾ കേരളത്തിൽ കാണുന്നുണ്ട്. അന്തർദേശീയ, ദേശീയ പ്രാധാന്യമുള്ളവയും ഇതിൽ ഉൾപ്പെടും. റംസാർ സൈറ്റുകളിലായി പ്രഖ്യാപിക്കപ്പെട്ട വേമ്പനാട് കോൾ നീർത്തടവും അഷ്ടമുടി, ശാസ്താംകോട്ട തടാകങ്ങളുമാണ് ഉദാഹരണങ്ങൾ. സ്ഥിരമായോ നിശ്ചിത സീസണുകളിലോ ജലത്താൽ പൂരിതമാകുന്ന പ്രത്യേകതരം ആവാസ വ്യവസ്ഥകളാണ് നീർത്തടങ്ങൾ. വെള്ളം പിടിച്ചുവച്ച് ജലസസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കുന്ന തരം മണ്ണാണ് നീർത്തടങ്ങളിൽ കാണുക. ശുദ്ധജലം, ഉപ്പുവെള്ളം ഇവ രണ്ടും കൂടിക്കലർന്നുള്ള വെള്ളം എന്നിവ നീർത്തടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ചതുപ്പുകൾ, ചെളിപ്രദേശങ്ങൾ, കണ്ടൽക്കാടുകൾ, വയലുകൾ, തടാകങ്ങൾ എന്നിവയൊക്കെ നീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. നീർത്തടങ്ങൾ വളരെ സമ്പുഷ്ടമായ ആവാസ വ്യവസ്ഥകളാണ്. നിരവധി ജീവികൾക്ക് കഴിയുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതോടൊപ്പം ഇവ ഭക്ഷ്യോൽപാദനത്തിന്റെ സ്രോതസ്സുകളായും വർത്തിക്കുന്നുണ്ട്. ആഴം കുറഞ്ഞ വെള്ളം, കൂടിയ തോതിലുള്ള പോഷക സാന്നിധ്യം, വർദ്ധിച്ച ഉൽപാദനക്ഷമത എന്നിവയാണ് ഇവയെ ശ്രദ്ധേയമാക്കുന്നത്. പ്രകൃതിയിലെ ഈ അതുല്യ സമ്പത്തുകളെ സംരക്ഷിക്കാതിരുന്നാൽ പ്രകൃതി ദുരന്തങ്ങളുടെയും മലിനീകരണത്തിന്റെയും ജലദൗർലഭ്യത്തിന്റെയും പട്ടിണിയുടെയുമൊക്കെ നാളുകളായിരിക്കും വരാൻ പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം.
സ്പൈസസ് ബോർഡ് ഏലം ആവർത്തന കൃഷി ചെയ്ത കർഷകർക്ക് സബ്സിഡി നൽകുന്നു. ഹെക്ടറിന് 3,71,816 രൂപയാണ് ലഭിക്കുക. 25 സെന്റ് മുതൽ 8 ഹെക്ടർ വരെ സ്ഥലമുള്ള ഏലം കർഷകർക്ക് അപേക്ഷിക്കാം. 8 ഹെക്ടറിൽ കൂടുതൽ ഏലം കൃഷിയുള്ളവർക്ക് അർഹതയില്ല. ജലസേചനത്തിനുള്ള കിണർ കുഴിക്കുന്നതിനും കുളം നിർമ്മിക്കുന്നതിനും പമ്പ് സെറ്റ് വാങ്ങുന്നതിനും 16,000, 5,000 രൂപ വീതം നൽകും. കുരുമുളക് കർഷകർക്ക് കുരുമുളക് മെതി യന്ത്രം വാങ്ങുന്നതിന് 7,000 രൂപയും മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റിന് 3,000 രൂപയും സബ്സിഡി ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി 28. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 0493 6202605. മറ്റൊരു നമ്പർ 0493 5220502. എറണാകുളം പാമ്പാക്കുട ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ കർഷകർക്ക് പച്ചക്കറി കൃഷി, വാഴകൃഷി എന്നിവയ്ക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും. സംയോജിത മാതൃകാ കൃഷിത്തോട്ട പദ്ധതിയിലും സഹായം നൽകുന്നുണ്ട്. തരിശു സ്ഥലത്ത് പച്ചക്കറികളും വാഴയും കൃഷി ചെയ്യുന്നതിനാണ് സഹായം. ഒരു പഞ്ചായത്തിൽ 10 പേർക്ക് ആനുകൂല്യം ലഭിക്കും. അർഹതയുള്ള കർഷകർ അതത് കൃഷിഭവനുകളിൽ ഫെബ്രുവരി 5-നകം അപേക്ഷ നൽകണം. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ആന്തൂറിയം, ഓർക്കിഡ് തുടങ്ങിയ കട്ട് ഫ്ലവേഴ്സ് കൃഷി ചെയ്യാൻ ധനസഹായം നൽകുന്നു. ഇതനുസരിച്ച് ആന്തൂറിയം, ഓർക്കിഡ് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ചെടി ഒന്നിന് പരമാവധി 35 രൂപ ലഭിക്കും. പരമാവധി 2000 ചെടികൾക്ക് വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 1000 ചെടിയെങ്കിലും വേണം. ആന്തൂറിയം വളർത്തുന്നതിനാവശ്യമായ തണൽ വലകൾ നിർമ്മിക്കുന്നതിനും സഹായം നൽകുന്നുണ്ട്. ട്യൂബുലാർ തണൽ വലകൾക്ക് ചതുരശ്ര മീറ്ററിന് 300 രൂപയും സ്വാഭാവിക വായു നിർഗമന സംവിധാനമുള്ള ട്യൂബുലാർ ഘടനകൾക്ക് 467 രൂപ 50 പൈസയും സഹായം നൽകും. പരമാവധി 4000 ചതുരശ്ര മീറ്റർ വരെയാണ് സഹായം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047123300857. മൃഗസംരക്ഷണ വകുപ്പ് പാലക്കാട് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന 40 സംരംഭകർക്ക് ആടുവളർത്തലിൽ 4 ദിവസത്തെ പരിശീലനം നൽകുന്നു. അപേക്ഷാ ഫോറം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലും മലമ്പുഴ മൃഗസംരക്ഷണ കേന്ദ്രത്തിലും ലഭിക്കും. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 13. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491281554. കൽപ്പറ്റയിലെ MS സ്വാമിനാഥൻ ഗവേഷണ നിലയം ഫെബ്രുവരി 6-ന് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് തുടങ്ങിയ നഴ്സറി ടെക്നിക്കുകളിൽ പ്രായോഗിക പരിശീലനം നടത്തുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9445545550. മറ്റൊരു നമ്പർ 0493620447. കാനറ ബാങ്കും വയനാട് ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്ന് ജില്ലയിൽ വീട്ടുവളപ്പിൽ ഹൈടെക് കൃഷി നടത്താൻ വായ്പ നൽകുന്നു. 5 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായുള്ള വ്യക്തികൾക്ക് 1 സെന്റ് സ്ഥലത്ത് ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനാണ് സബ്സിഡിയോടെ വായ്പ. ഹോർട്ടിക്കൾച്ചർ മിഷൻ വ്യവസ്ഥ പ്രകാരം 1 സെന്റ് സ്ഥലത്ത് പോളി ഹൗസ് നിർമ്മിക്കാൻ 37,400 രൂപയാണ് ചെലവ്. ഇതിന്റെ പകുതി 18,700 രൂപ സബ്സിഡിയായി ലഭിക്കും. പോളി ഹൗസിൽ 5 ഇനം പച്ചക്കറി തൈകൾ നട്ട് 150 ഗ്രോ ബാഗ് കൃഷി നടത്തണം. പോളി ഹൗസിനും 150 ഗ്രോ ബാഗിനുമായി 50,000 രൂപ വായ്പ ലഭിക്കും. സബ്സിഡി കഴിച്ച് ബാക്കി തുക 3 വർഷം ഗഡുക്കളായി അടച്ചു തീർക്കണം. താൽപ്പര്യമുള്ള കർഷകർ നികുതി അടച്ച രസീതിന്റെ പകർപ്പ് സഹിതം കൽപ്പറ്റ ജില്ലാ കൃഷി ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 049362025006. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ കർണാടകയിലെ വിറ്റൽ കേന്ദ്രത്തിൽ VTNAH1 എന്ന കുള്ളൻ കവുങ്ങ് വികസിപ്പിച്ചെടുത്തു. ഒരാൾ പൊക്കത്തിൽ വളരുന്ന ഈ കവുങ്ങിന്റെ വിളവെടുപ്പും അനായാസമാണ്. നാടൻ ഇനമായ ഹീരേഹള്ളി, മോഹിത് നഗർ, സുമംഗള എന്നിവയുടെ സങ്കര ഇനമാണ് ഈ ഇനം. ആവശ്യക്കാർക്ക് ചെറിയ അളവിൽ വിത്തടയ്ക്ക വിതരണം ഈ കേന്ദ്രത്തിൽ നിന്ന് നടത്തുന്നുണ്ട്. ആവശ്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 08255239238. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 14,200 രൂപ, RSS 5 14,000 രൂപ.
വെളിച്ചെണ്ണ 11,450 രൂപ, കൊപ്ര 8,150 രൂപ, കുരുമുളക് 53,700 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 350 രൂപ, തൊണ്ടില്ലാതെ 630 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി. കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 53,700 രൂപ, അൺഗാബിൾഡ് കുരുമുളക് 51,700 രൂപ. കുരുമുളക് വിപണി. കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 50,000 രൂപ, വയനാടൻ കുരുമുളക് 50,500 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിൻ്റലിന് 8,300 രൂപ, തളിപ്പറമ്പ് 7,800 രൂപ, കാസർഗോഡ് 7,700 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂരിൽ 12,467 രൂപ, കോട്ടയത്ത് 12,100 രൂപ, ആലപ്പുഴയിൽ 11,480 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9. കോഴിക്കോട് 34.6, 23.9. കൊച്ചി 33, 22.4. ആലപ്പുഴ 32.2, 22.5. പുനലൂർ 34.5, 23.5. തിരുവനന്തപുരം 33.1, 22.8 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.